ഗുഡ് മോർണിംഗ് ജീസസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ബുദ്ധിയില്ലാത്ത ആരാധനക്കാരോ എന്ന പരമ്പരയുടെ 3-ാം ഭാഗമാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. ദൈവസാന്നിധ്യം തങ്ങളോടുകൂടെ ഇല്ല എന്ന് തിരിച്ചറിയാതെ ആരാധന കഴിക്കുകയും ഇളിഭ്യരായിത്തീരുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ ഒരു ചരിത്രമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഇസ്രായേൽക്കാർ ഫെലിസ്ത്യരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. 1-ാം ദിവസം അവർ പരാജയപ്പെട്ടു. ഇസ്രായേൽ മൂപ്പന്മാർ കൂടി പരാജയ കാരണം അന്വേഷിച്ചപ്പോൾ ദൈവത്തിന്റെ നിയമപ്പെട്ടകം തങ്ങളുടെ കൂടെ ഇല്ലാത്തതായിരിക്കും പരാജയ കാരണമെന്ന് കരുതി ആ നിയമപ്പെട്ടകം കൊണ്ടുവരുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെ ഹൊഫ്നി, ഫിനഹാസ് എന്ന 2 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യുദ്ധഭൂമിയിലേക്ക് ദൈവത്തിന്റെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. പെട്ടകം കണ്ടപ്പോഴേക്കും ഇസ്രായേൽ ജനത ഭൂമി കുലുങ്ങുമാറ് ഉച്ചത്തിൽ ആർത്തു ദൈവത്തെ സ്തുതിച്ചു. ഇത് കണ്ടപ്പോൾ ഫെലിസ്ത്യരും അല്പം ഭയപ്പെട്ടു. പക്ഷേ പിറ്റേ ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുകയല്ല, തോറ്റോടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? സർവശക്തനായ ദൈവം തന്നെ ആരാധിച്ച തന്റെ ജനത്തിനു വേണ്ടി ശക്തി വെളിപ്പെടുത്തുവാൻ കഴിയാത്തവനായി മാറിയത്. എന്തുകൊണ്ടാണ് ഫെലിസ്ത്യരുടെ മുമ്പിൽ ഇസ്രായേലും അവരുടെ ദൈവവും അപമാനിക്കപ്പെട്ടത്? ഇതിന്റെ ഉത്തരം വേറെങ്ങുമല്ല. അവർ ദൈവത്തെ ആരാധിച്ചിരുന്ന ശീലോവിലേക്ക് പോയാൽ കിട്ടും. അവിടുത്തെ പുരോഹിതന്മാരായിരുന്നു ഹൊഫ്നിയും ഫിനഹാസും. ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത് ഇവർ ദൈവ വഴിപാടുകളെ നിന്ദിച്ച പുരോഹിതന്മാരെന്നാണ്. ഇവരെന്താണ് ചെയ്തത്? ഇവരുടെ ആർത്തി കാരണം ഇവർ ദൈവ വഴിപാടുകളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവരായി. തീർന്നില്ല. ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്ത സ്ത്രീകളോട് ലൈംഗിക അതിക്രമം നടത്തി തങ്ങളുടെ ജഡിക ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിനുള്ള വേദിയാക്കി ദേവാലയത്തെ അധപ്പതിപ്പിച്ചു. മുഖ്യപുരോഹിതനായ ഏലി തന്റെ മക്കളുടെ ഈ ദുഷ്ചെയ്തികളോട് ഒരു മനോഭാവമാണ് പുലർത്തിയത്. അദ്ദേഹം ഒരിക്കലും അവരെ ഗൗരവമായി ശാസിക്കാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ പ്രവാചകനെ അയച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടും അനുദപിക്കാനോ തെറ്റുതിരുത്താനോ ഏലിയും കുടുംബവും തയ്യാറായില്ല. ഈ പുരോഹിതന്മാരുടെ അധപ്പതനം ആ സമൂഹത്തെയും ബാധിച്ചു. അവരും അധപ്പതിച്ച ഒരു സമൂഹമായി മാറി. എന്തായിരുന്നു ഇതിന്റെ ഫലം? ഇതിന്റെ ഫലമാണ് യുദ്ധത്തിലുണ്ടായ തോൽവി. തോൽവി എന്നല്ല, തോറ്റോടി എന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നവണ്ണം അത്ര ദയനീയ പരാജയം. ഹൊഫ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു. ഏലി പുരോഹിതൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ദൈവവും ദൈവത്തിന്റെ ജനവും അപമാനിതരായി. പക്ഷേ ദൈവത്തിന്റെ പെട്ടകത്തിന് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുണ്ടെന്ന് പിൻകാലത്തെ സംഭവങ്ങൾ ഫെലിസ്ത്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ ബഹുമാനത്തോടെ ആ പെട്ടകത്തെ തിരിച്ചയക്കുകയും ചെയ്തു. നമുക്കിവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താണ്? ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന് കണ്ട് ഇതൊരവസരമാക്കി ഉപയോഗിച്ച് ദൈവത്തെ നിന്ദിച്ചുകൊണ്ടിരുന്ന ഹൊഫ്നിയും ഫിനഹാസും ഛേദിക്കപ്പെട്ടത് ഇന്നും പ്രസക്തമായ ഒരു കാര്യമാണ്. യെരുശലേം ദേവാലയത്തിൽ യേശു കടന്നു ചെല്ലുമ്പോൾ ആദ്യം അവരോട് ഉപദേശരൂപേണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നീട് ചാട്ടവാറെടുത്തു. എന്നിട്ടും അവരിൽ ഒരു മാനസാന്തരം ഉണ്ടായില്ല. അതിന്റെ ഫലം നമുക്ക് എല്ലാവർക്കും അറിയാം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അത് നിർമൂലമായി പോയി. ഇന്നും ദൈവ ആരാധനയെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സത്യദൈവത്തെയാണ് ആരാധിച്ചത്.
അവർക്കറിയാവുന്ന പ്രമാണങ്ങൾ അതുപോലെ തന്നെ പാലിച്ച് ആണ് അവർ ആരാധിച്ചത്. പക്ഷേ ആരാധന ദൈവത്തെ അവഹേളിക്കുന്നതും നിന്ദിക്കുന്നതുമായി. നമുക്ക് ആരാധിക്കുമ്പോൾ ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് ആരാധിക്കുവാൻ കഴിയണം. അല്ലാതെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ആരാധിച്ചാൽ, ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ആരാധിച്ചാൽ അതിന്റെ പരിണിത ഫലം വളരെ ദുഃഖകരമായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സകല അധപ്പതനത്തിന്റെയും ഇടയിൽ തന്നെയാണ് ശമൂവേൽ പ്രവാചകനും വളർന്നത്. എന്നാൽ അവൻ ബാല്യം മുതൽ ദൈവത്തെ ബഹുമാനിച്ചതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി ഇസ്രായേൽ മുഴുവൻ അറിയപ്പെട്ടു. ദൈവം ഏലി പുരോഹിതനോട് പറയുന്നത് പോലെ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ശമൂവേൽ പ്രവാചകനെ പോലെ ദൈവത്തെ ബഹുമാനിക്കുന്ന ആരാധകരായി നമുക്ക് മാറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം